മേ കം ഇൻ? യെസ്, കം ഇൻ. അയ്യോ, ജുവൽ. ജുവൽ, എന്തുണ്ട് വിശേഷം? സുഖമാണോ? ക്ഷീണമൊക്കെ മാറിയോ? എന്റെ സുഖവിവരമൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ സാറിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? അയ്യോടാ പാവം, ഞാനെപ്പോഴാ ഇന്നലെ സാറിനോട് അന്നേനെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു? ഓഹോ, അത് എന്തത്? ജുവൽ, ഞാൻ വളച്ചിട്ടില്ലാതെ തന്നെ കാര്യം പറയാം. എനിക്ക് അന്നേനെ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെയുള്ള ഇഷ്ടമൊന്നുമല്ല. എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഭാര്യയായി എന്റെ കൂടെ വേണമെന്ന് ആകെ തോന്നിയത് അവളോട് മാത്രമാണ്. എനിക്ക് അവളെ വേണം ജുവൽ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളങ്ങനെ ഈസി ആയിട്ട് പിടിച്ചിരുന്ന ഒരാളൊന്നും അല്ല. സാർ ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ കൂടെ നിൽക്കാം. ശരിക്കും? താങ്ക് യു സോ മച്ച് കുക്കി. കുക്കിന്ന് എനിക്ക് വിളിക്കാവോ? അതിനിപ്പോ എന്താ, സാർ എന്നെ കുക്കിന്ന് വിളിച്ചാൽ മതി. പിന്നെ ഈ സാറ് വിളി അങ്ങ് മാറ്റിക്കോ കേട്ടോ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഫാമിലി ഫ്രണ്ട്സ് അല്ലേ. കുക്കി എന്നെ ജിമെന്ന് വിളിച്ചാൽ മതി. ഓക്കെ ജിമിൻ, എന്നാ ഞാൻ പോട്ടെ. ഇല്ലെങ്കിൽ നിന്റെ ചേട്ടൻ എന്നെ ഭിത്തി കയറ്റും. ഓ, എത്തിയോ സാർ? ഞാൻ വന്നു. ഓ, വന്നോ? എവിടെയായിരുന്നു ഇത്രയും നേരം? അത് ഞാൻ വരുന്ന വഴിക്ക് ജിമിൻ സാറിന്റെ അടുത്തൊന്ന് കയറിയായിരുന്നു. അതാ വൈകിയേ. ജിമിന്റെ അടുത്തോ? അല്ല, എന്താ അവിടെ പരിപാടി? അതൊന്നും പറയാൻ പറ്റൂല. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഡീലാ. ഡീലോ? എന്ത് ഡീല്? ചേടാ, അതല്ല ഞാൻ പറയാൻ പറ്റത്തില്ലെന്ന്. എന്നാലും അവര് തമ്മിൽ എന്താ ഒരു സീക്രട്ട് കളി? ജിമിനോട് ചോദിക്കാം. എടാ ജിമിന്. എന്താ വി? എന്താടാ? അല്ല, ജുവല് നീയും അവളും എന്തോ ഒരു ഡീലിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, എന്താ കാര്യം? ഓ, അവൾ അങ്ങനെയാണോ പറഞ്ഞേ? ഒരു ചെറിയ ഡീലിംഗ് ഉണ്ട്. എന്താ? അതെന്താന്നാ ചോദിച്ചേ? അതൊന്നും അങ്ങനെ പറയാൻ പറ്റൂല. അത് ടോപ്പ് സീക്രട്ടാ. പുല്ലേ, മര്യാദക്ക് പറഞ്ഞു. വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. നീ ചൂടാവാതെ. അതൊന്നുമില്ല. എനിക്ക് ഇവിടുത്തെ മറ്റേ അന്നേനെ ഇഷ്ടമാണ്. ആ കാര്യം ഞാൻ കുക്കിനോട് പറഞ്ഞതാ. അവള് സപ്പോർട്ടും ചെയ്തു. അത്രേ ഉള്ളൂ. ഓ, ഇതായിരുന്നു രണ്ടിന്റെ ഇത്രയും വലിയ സീക്രട്ട്? അല്ല, അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ നിനക്കെന്താ? അത് അവൾ എന്റെ പി എ അല്ലേ, അതുകൊണ്ട്. പി എ ആയതുകൊണ്ട് അവളുടെ എല്ലാ കാര്യവും നിനക്കറിയണമെന്നുണ്ടോ? അത് ഏത് കമ്പനിയിലാ അങ്ങനെ ഒരു റൂള്? അത് ഈ കമ്പനിയുടെ റൂളാ. ഓ, ആയിക്കോട്ടെ. ജിമിന്റെ അന്നയുടെ കാര്യമാണോ നിന്റെ വലിയ ഡീല്? ഓ, അതറിയാനാണോ ഇപ്പൊ അങ്ങോട്ട് വെച്ച് പിടിച്ചത്? അല്ലേലും എനിക്ക് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കെന്താ? അതെന്താ, എനിക്കൊന്നും ഇല്ലേ? അതിനെന്തിനാ സാർ അടുത്തേക്ക് വരുന്നത്? എന്താ എന്റെ മുയലുപല്ല് കിടന്ന് വിൽക്കുന്നേ? ശിവൻ, നിന്റെ ലൈഫിൽ ഞാൻ അറിയാതെ ഒന്നും വേണ്ട. നീ എന്റെ മാത്രം. നിന്റെ ഈ ചുണ്ടിന്റെ അടിയിലെ മാർക്ക് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു ജുവൽ. സാർ, വേണ്ട. എനിക്ക് വേണം ജുവൽ. Jewel, I love you. Love you too. ശരിക്കും? എടി കള്ളി, അങ്ങനെ നിന്റെ മാവും പൂത്തു. ഇനി എപ്പോഴാണ്? നിന്റെ മാവും ഉടനെ തന്നെ പൂക്കും. എനിക്കും പൂപ്പിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ലടി. എന്താടി, എന്താ കാര്യം? അത് പിന്നെ കുക്കി, ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നിട്ടില്ലല്ലോ. പക്ഷെ ഇത് ഞാൻ നിന്നോട് ഒരു ദിവസം ഒന്ന് മറച്ചു വെച്ചു. നീ ഭരിച്ചു നീട്ടാതെ കാര്യം ഒന്ന് പറയോ? അത് പിന്നെ കുക്കി, എനിക്ക് ജിമിൻ സാറിനെ ഇഷ്ടമാണ്. അടിപൊളി. പക്ഷെ ആ ഇഷ്ടം ഞാൻ
മനസ്സിൽ കൊണ്ട് വെക്കത്തേ ഉള്ളു പൂക്കി. നമ്മളെക്കാൾ എന്ത് ഉയർന്ന പൊസിഷനിൽ അവരൊക്കെ. അവരെ ആഗ്രഹിക്കുന്നത് പോലും തെറ്റാന്ന് എനിക്ക് തോന്നി. എന്റെ മനസ്സിൽ വന്ന ഇഷ്ടത്തെ ഞാൻ എന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടാൻ പോവാ. നീ ആർക്ക് വേണ്ടി ഈ ത്യാഗം സഹിക്കുന്നേ? അയാൾക്ക് നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ലെങ്കിൽ ഓക്കെ, നീ പറയുന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇനി അയാൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായ പ്രണയത്തിന് മുന്നിൽ പണമോ പദവിയോ ഒന്നും അല്ല അന്നാമ്മേ. അവിടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് മാത്രമേ വിലയുള്ളൂ. അതിന് ജിമിൻ സാറിന് എന്നോടൊന്നും ഇല്ലല്ലോ. അതൊന്നും നമുക്കറിയില്ലല്ലോ. നീ പ്രതീക്ഷ കൈവിടാതിരുന്നാ മതി, നമുക്ക് നോക്കാം. ജിമിനെ, go and propose your girl, man. ഇത്ര പെട്ടെന്നോ? അത് വേണോ പൂക്കി? ആന്നേ, അങ്ങ് ചെല്ലേ, ഞാനല്ലേ പറയുന്നേ. അതിന്ന് വേണ്ട കുക്കി. ഇനി ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. നാളെ അങ്ങനെ എന്തായാലും പറഞ്ഞിരിക്കും. അതും ചെറിയ പ്രപ്പോസൽ ഒന്നും അല്ല, ഒരു വലിയ പ്രപ്പോസലാണ് ഞാൻ സെറ്റ് ആക്കും. നാളെയെങ്കിൽ നാളെ നീ പറഞ്ഞാ മതി. നാളെ സെറ്റ് ആക്കിയിരിക്കും ചേട്ടത്തി. നീ ഇപ്പൊ എന്നെ എന്താ വിളിച്ചേ? ചേട്ടത്തീന്ന്. പിന്നെ ചേട്ടന്റെ ഭാര്യയെ ചേട്ടത്തിന്നല്ലേ വിളിക്കണ്ടേ? അന്തം വിട്ട് നോക്കണ്ട, അവൻ എന്നോടെല്ലാം പറഞ്ഞു. ഓ ആയിക്കോട്ടെ, എന്നാ നീയും കൂട്ടാ. ഇതെവിടെ പോയി? എവിടെയായിരുന്നു പെണ്ണെ നീ ഇത്രയും നേരം? പേടിച്ചു പോയല്ലോ. എന്റെ പെണ്ണെന്തിനാ പേടിക്കില്ലേ? എന്റെ കൊച്ചിനെ ആരും ഇത്ര അധികാരത്തോടെ വന്ന് കെട്ടിപ്പിടിക്കില്ല. ഓ ആയിക്കോട്ടെ. പിന്നെ നാളെ ജിമിൻ അന്നേനെ പ്രപ്പോസ് ചെയ്യുന്ന പറഞ്ഞേ. അന്നയ്ക്ക് ജിമിനെ ഇഷ്ടമാ. ഇപ്പൊ അവനോട് പറയണ്ട കേട്ടോ. അവൻ എന്നോട് ഇപ്പൊ പറഞ്ഞതാ. ഞാനിത് അവനെ കണ്ട് അവനോട് പ്രപ്പോസ് ചെയ്യാൻ കൂടെ പറഞ്ഞിട്ടാ വരുന്നത്. അതെന്തായാലും കൊള്ളാം. അയ്യോ, എനിക്ക് ടെൻഷൻ അടിക്കുന്നേ. ഞാൻ എങ്ങനെ അവളോട് പറയും? എന്റെ കർത്താവേ, എനിക്ക് സ്ട്രെങ്ത് തരണേ. അയ്യോ, എനിക്ക് പറയണ്ട. അയ്യോ, എനിക്ക് അവളെ വേണം. അയ്യോ, ഞാനിങ്ങനെ പറയും. നീ എന്താണ് ഇങ്ങനെ കോഴി മുട്ടയിടാൻ നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ആദ്യം പോയി കിസ് അടിച്ച് സെറ്റ് ആക്കിയേക്കുവാ പാട്ടി. അതിനൊക്കെ ഒരു സ്കില്ല് വേണം മോനെ. നീ നിന്റെ സ്കില്ല് ഒത്തിരി അവിടെ ഇറക്കണ്ട. അതെ, കൂക്കിയാണ്, എടുത്ത് പഞ്ഞിക്കിടും. പോടാ പോടാ, എന്റെ കൊച്ചു പാവ. അല്ല, നാളെ എന്താ നിന്റെ പ്ലാൻ? അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങള് അവളെ കൂട്ടി ബീച്ചിൽ വരണം. ബീച്ചിൽ നിന്ന് ഒരു പ്രപ്പോസല്. എന്റെ ഹൃദയം ഞാൻ അവിടുന്ന് തുറക്കും. ദൈവമേ, എനിക്ക് പേടിയില്ലാണ്ടിരുന്നാ മതിയായിരുന്നു. പ്ലാനൊക്കെ കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ പേടിച്ച് വരച്ച് അവളുടെ മുന്നിൽ കിടന്ന് മുള്ളിയൊന്നും പോയേക്കല്ലേ. അത് മ്ലേച്ഛൻ. ഞാനിങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ വീട്ടിൽ നിന്ന് 2 വട്ടം മുള്ളിയിട്ടേ ഇറങ്ങുന്നുള്ളൂ. അതാ നല്ലത്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോടാ കുട്ടാ. കുട്ടനും കുട്ടിയും റൊമാൻറ്റിച്ച് കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് വന്നോട്ടെ. തെണ്ടി സമ്മതിക്കില്ല. എടി കൂക്കി, എല്ലാം സെറ്റല്ലേ? അവള് വരൂലേ? അവള് നോ പറയൂടി? എനിക്ക് ടെൻഷൻ അടിക്കുന്നു. എന്റെ പൊന്ന് ജിമിനെ, നിന്റെ വെപ്രാളൊന്ന് നീ നിർത്ത്. എടാ, എല്ലാം നടക്കുന്നേ. നീ ഒന്നും സമാധാനത്തോടെ ഇരിക്കും. അത് തന്നെ, നീ വെറുതെ ടെൻഷൻ അടിച്ച് കുളവാക്കാണ്ടിരുന്നാ മതി. ബാ കേറ്. കൂക്കി, നമ്മളിത് എങ്ങോട്ടേ പോകുന്നേ? എന്റെ അന്നാമ്മ ഒന്ന് വെയിറ്റ് ചെയ്യേ. നമ്മൾ ഇപ്പൊ അവിടെ എത്തും. ഇറങ്ങിക്കോ. എന്നിട്ട് ഇതാ നേരെ നടന്നു. അന്ന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്ത് പറയും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പോയ സമയത്തെ കുറിച്ച് പിന്നീട് റിഗ്രറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അന്ന, എനിക്ക് നിന്നെ ഇഷ്ടമാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ടപ്പോൾ തന്നെ എന്തോ ഇതുവരെ ഇല്ലാത്തൊരു ഫീലിങ്സ് എന്റെ മനസ്സിലേക്ക് വന്നു. ഇത് തൽക്കാലത്തേക്ക് ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ, എന്റെ പാതിയായി നീ മാത്രം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ അന്ന? അന്ന, will you be my girl? Yes. Anna, may I?
എന്താടി പെണ്ണെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നേ? നിനക്കൊരുമാതിരി കിട്ടാത്ത പോലെ. അയ്യോ, കിട്ടാത്ത ഒരു കുറവ് എനിക്കില്ല, കൂടിപ്പോയതിന്റെ ഉള്ളു. അത് പിന്നെ എനിക്ക് കൺട്രോൾ കിട്ടാത്തോണ്ടല്ലേ ഇത്രയും ഞാൻ പിടിച്ചു നിൽക്കുന്നത് തന്നെ നിന്റെ ഭാഗ്യം. അയ്യടാ, കണ്ട് പഠിക്കും മനുഷ്യ. ആദ്യം പ്രപ്പോസൽ, എന്നിട്ടേ ഉള്ളു ഉമ്മ. ഇവിടെ നേരെ തിരിച്ച, ഉമ്മ കഴിഞ്ഞേ ഉള്ളു പ്രപ്പോസൽ. അത് നീ ഇങ്ങനെ വിറച്ചോണ്ട് എന്റെ മുന്നിൽ നിന്നപ്പോ എന്റെ കൺട്രോൾ എല്ലാം പോയി. അമ്പടാ വി, എന്നാ നമുക്ക് പോയാലോ? ഓക്കേടാ, നീയും എന്റെ നിന്റെ കാര്യം വന്നേക്ക്, ഞാൻ കുക്കിയും പോവാ. ഒരു മിനിറ്റ് കുക്കി, എന്റെ സീറ്റ് ബെൽറ്റിന് എന്തോ പറ്റി. എന്താ പറ്റിയേ? ഇത് ഞാൻ അവിടുന്ന് തരണമെന്ന് വിചാരിച്ചതാ. അങ്ങനെ നമ്മുടെ ഏറെ നാളത്തെ കഷ്ടപ്പാടായ ഈ പ്രൊജക്ട് നമുക്ക് സ്വന്തമായിരിക്കുകയാണ്. ഇതിന് നമുക്ക് എസ്പെഷ്യലി താങ്ക്സ് പറയേണ്ടത് ഐസക്കിനോടും ജിമിനോടും ഐസക്കിന്റെ PA ആയ ജുവലിനോടുമാണ്. ഇവരുടെ 3 പേരുടെ ഹാർഡ് വർക്കാണ് ഇന്ന് നമുക്ക് ഈ പ്രൊജക്ട് നേടിത്തന്നത്. കുക്കി, എന്താ വി? എത്ര ദിവസമായി എന്റെ പെണ്ണെ നിന്നിങ്ങനെ ഒന്ന് അടുത്ത് കിട്ടിയിട്ട്. വി, ഇത് ഓഫീസാ, ആരെയും കാണും. ആരും വരൂല. വി, എന്താ ഉദ്ദേശം? നല്ല ഉദ്ദേശം ഒന്നുമില്ലടാ, ഞാൻ എടുത്തോട്ടെ. എന്നാ ശരി അച്ഛാ, ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാവേ. അതെന്താ അവിടെ ഒരു സൗണ്ട്? ഹായ് പൊന്ന. വി, നീ എന്താ ഇവിടെ? എന്റെ ദൈവമേ, ആരെങ്കിലും കാണും. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെനിക്ക് എന്റെ പൊന്നിനെ കാണാൻ ഭയങ്കര ഒരു കൊതി, അതുകൊണ്ട് ഞാൻ ഓടി വന്നതല്ലേ. പിന്നെ ഒരു കൊതി, ഞാൻ നാളെ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. മനുഷ്യ, ഇവിടെ അന്നയൊക്കെ ഉള്ളതാണ്. അന്നേനെ കുറിച്ച് ഓർത്ത് പേടിക്കുകയേ വേണ്ട, ജിമിനും കേറിയിട്ടുണ്ട്. അത് ശരി, നിങ്ങൾ ചേട്ടന് പണിയും ഇത് തന്നെ പണി. ഇവിടെ ഈ നേരത്ത് എന്താ കുക്കി? ഹായ് അന്ന, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ജിമിനെ, നീ എന്താ ഇവിടെ? ഇവിടെ എന്റെ അന്നക്ക് ചൊറ്റയ്ക്ക് കിടക്കുന്നോണ്ട് ഞാൻ ചുമ്മാ കൂട്ടി കിടക്കാൻ വന്നതാ. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് എന്റെ പൊന്നുമലങ്ങ് പോയാട്ടെ. അങ്ങനെ പറയല്ലേ, ഒന്നുമില്ലേലും ഞാനും അവനും ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്ന കയറിയതല്ലേ. അവനും വേറെ ആരാ ഉള്ളേ? ഓ, അത് നീയും ഉണ്ട്. അടിപൊളി. നീ ചുമ്മാ മൂട് കളയാതെ പെണ്ണേ. എന്ത് മൂടാൻ? വല്ല ഉദ്ദേശം കൊണ്ട് ഇങ്ങോട്ട് വന്നെങ്കിലുണ്ടല്ലോ. അപ്പൊ പ്ലാനിങ് ഒക്കെ വെറുതെ ആയി. എനിക്കറിയാം, നീ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നേന്ന്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒരു കിസ്സെങ്കിലും തരുമോ? അത് വേണേ നോക്കാം. മതി, അത് മതി. ഇല്ല ഇല്ല ഇല്ല, ഇപ്പൊ പൊക്കോളാം ഇവിടെന്ന്. എന്താടി കൂക്കിമോളെ ചേട്ടനോടൊരു സ്നേഹമില്ലാത്ത? ഓ, ചുണ്ട് അങ്ങനെ പിടിക്കാതെ, ഞാൻ വീണു പോകുന്നു. ഓ, ഞാൻ മിണ്ടത്തില്ല. അയ്യോടാ, ഈ പിണക്കം മാറാൻ ഞാനിപ്പോ എന്ത് ചെയ്യണം? അത് നിനക്കറിയില്ലേ? ഒരു ഉമ്മ തന്നാ മതിയോ? വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ എടുത്തോളാം. വേണ്ട. I want that cookie. ഇച്ചായ. നീ എന്താ ഇപ്പൊ വിളിച്ചേ? ഇച്ചായ.
കുക്കി, ഐ നീഡ് യു. കിടക്കുന്ന കണ്ടില്ലേ, കള്ളക്കടുവ. ആരാടി കള്ളക്കടുവ? നിങ്ങൾ എണീറ്റായിരുന്നോ? നീ എണീക്കുന്നതിന് മുന്നേ എണീറ്റു. എടാ വീ, വാ പോകാം, സമയമായി. അതാ ജിമിൻ വിളിക്കുന്ന, ഞാൻ പോട്ടെ. അയ്യോ, എന്റെ ടീഷർട്ട്. എടാ പൊട്ടങ്ങണാപ്പ, അത് എന്റെ ടീഷർട്ട്. എത്താ. അയ്യോ സോറി, എന്നാ എടുത്തോ. ഇച്ചായം പോവാണേ. എന്ത് കഴുക് തുറക്കാൻ ഇത്ര താമസം? അത് ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. നീ വിളിച്ചത് ആദ്യം കേട്ടില്ല, അതാ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വാചകം അടിച്ച് നിൽക്കാണ്ട് വാ. കുക്കി, ഞങ്ങൾ ഇറങ്ങിയേക്കോണേ. അല്ല കുക്കി, പപ്പ വിളിച്ചിരുന്നു, നിങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം എന്നൊന്നും പറഞ്ഞില്ല. ആണോ? എന്നാ ഞാൻ അന്നേനെ വിളിച്ചിട്ട് വരാം. എന്നാലും അങ്കിൾ എന്തിനായിരിക്കും നമ്മളോട് എല്ലാരോടും അങ്ങോട്ട് ചെല്ലാൻ? അമ്മോ, അറിയില്ല, നോക്കാം. പപ്പ, ഞങ്ങൾ എത്തി. പപ്പ മാത്രല്ലടാ, ഇവിടെ വേറൊരാളും കൂടി ഉണ്ട്. അച്ഛൻ എപ്പോ വന്നു? ഞാനിപ്പോ എത്തിയതേ ഉള്ളു മോളെ. ഇവൻ ഇത് പറഞ്ഞ് എല്ലാ ദിവസവും എന്നെ വിളിച്ച് അരച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അങ്കിൾ? ആ, അന്നെ കൊച്ചേ, നീ എന്നെ ക്ഷീണിച്ചല്ലോടി വന്നതിനേക്കാളും. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇവിടെ കൂടാം. അന്നയും കുക്കിങ്ങോളും ഇവിടെ നിക്കട്ടെ. ജോസഫിന് മുറി കാണിച്ചു കൊടുക്ക് വീക്കുട്ട. ശരി മമ്മി. വാ അങ്കിൾ. അങ്കിൾന്നോ? മോനെന്താ എന്നെ പപ്പാന്ന് വിളിക്കാൻ മടിയാണോ? ഇവളെന്നെ അച്ഛന്ന് വിളിക്കുന്നേ. അതുകൊണ്ട് അമ്മ പറഞ്ഞു കൊടുത്തത്, മോനും എന്നെ അച്ഛ അല്ലെങ്കിൽ പപ്പാന്ന് വിളിച്ചാ മതി. ശരി അച്ഛ. എന്താ ചെറുക്ക, നിന്റെ മോന്റെ അത്ര അങ്ങ് തെളിയണ്ട കേട്ടോ. നീ മനസ്സിൽ വിചാരിക്കുന്നവരൊന്നും നടക്കാൻ പോകുന്നില്ല. എന്ത് മമ്മി എന്തീ പറയുന്നേ? അല്ല, അവളുമാരെ രണ്ടിനെയും ഇവിടെ കടത്താന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ രണ്ടിന്റെയും മോന്ത ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. വല്ല അടവ് ഒഴുക്കാനാണെങ്കിൽ ചെറുക്ക കുണ്ടി അടിച്ചു പൊട്ടിക്കിഞ്ഞ്. മമ്മി, ഇവളിത് ഏത് റൂമിലാ കിടക്കുന്നേ? ഫോൺ വിളിച്ചാലോ? എന്താടാ മോനെ ഇവിടെ പരിപാടി? ഹായ് മമ്മി. ഇവളിതെവിടെയാണോ ഇനി? ഹോ ഭാഗ്യം. മമ്മി, അതാ ജിമിൻ. അയ്യോ മമ്മി. എന്താ ചെറുക്ക, ഓടല്ലേ, ഓടി ഞാൻ എറിഞ്ഞിട്ട് വീഴ്ത്തും. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു മമ്മി. നീ എന്താ ഇവിടെ? അല്ല, ഞാൻ വെള്ളം കുടിക്കാൻ പോകുമായിരുന്നു. ഇവിടെയാണോ വെള്ളം ഇരിക്കുന്നത്? അല്ല, ഞാൻ വെള്ളം കുടിക്കാൻ പോകുന്ന വഴി ഇങ്ങനെ വന്ന് അങ്ങനെ പോകും. നീയും വെള്ളം കുടിക്കാനായിരിക്കും അല്ലേ? അതെ, ഭയങ്കര ദാഹം. ഇന്ന് രണ്ടിനും ഭയങ്കര ദാഹമായിരിക്കും. മര്യാദക്ക് രണ്ട് റൂമിൽ പോയി കിടന്നോ. ഇനി ഇവിടെ എങ്ങാണ് കണ്ട. ഓക്കെ, ബൈ. അപ്പൊ ഇന്ന് എല്ലാവരും ഇവിടെ ഉള്ള ഒരു സ്ഥിതിക്ക് ഒരു സർപ്രൈസ് അങ്ങ് പൊട്ടിച്ചേക്കാം, അല്ലേ ജോസഫേ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ കല്യാണം ഞങ്ങൾ ഓർമ്മിച്ചു. നാലിന്റെ മുഖത്തെ ഒരു സന്തോഷം നോക്കിക്കേ. അന്നയുടെ വീട്ടിലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് മേടിക്കണ്ട. Don't stop it.